ഹലോ ഓൾ, ക്ലാസ് 9ത്തിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ പാർട്ട് 2 വീഡിയോ ആണിത്. കഴിഞ്ഞ ദിവസം നമ്മൾ അവരുപയോഗിച്ച ടൂൾസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സോ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. കോർ ആൻഡ് ഫ്ലേക്ക് ടൂൾ എന്താണെന്നാണ്. ഒരു കല്ലിനെ നമ്മൾ രണ്ടാക്കി പൊട്ടുകയാണെങ്കിൽ അതിലെ വലിയ കല്ലിനെയാണ് നമ്മൾ കോർ എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും ചെറിയ കല്ലിനെയാണ് നമ്മൾ ഫ്ലേക്ക് എന്ന് പറയുന്നത്. ഈ വലിയ കല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ടൂൾസിനെയാണ് നമ്മൾ കോർ ടൂൾ എന്ന് പറയുന്നത്. ചെറിയ ഫ്ലേക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ടൂൾസിനെയാണ് നമ്മൾ ഫ്ലേക്ക് ടൂൾ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലെ ഡെഫിനിഷനാണ് മുകളിൽ തന്നിട്ടുള്ളത്. When a piece of stone is broke into 2 or more pieces, the large piece is called core. അതിലെ ഏറ്റവും വലിയ കഷ്ണത്തെയാണ് കോർ എന്ന് പറയുന്നത്. ആൻഡ് ദി സ്മോളർ പീസ് ആർ കോൾഡ് ഫ്ലേക്ക്. ചെറുതിനെ നമ്മൾ ഫ്ലേക്ക് എന്ന് പറയും. ദോസ് മെയ്ഡ് ഓഫ് കോർ സ്റ്റോൺസ് ആർ കോൾഡ് കോർ ടൂൾസ്. വലുതിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ടൂൾസിനെയാണ് നമ്മൾ കോർ ടൂൾസ് എന്ന് പറയുന്നത്. ചെറുതിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഫ്ലേക്ക് ടൂൾസ്. അവരുപയോഗിച്ച ടൂൾസിൻ്റെയൊക്കെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ അവരുടെ കലകളും ഒക്കെ കാണുന്നത് എവിടെയാണ്, ഏത് സ്ഥലത്താണ്, അത് ഏത് കൺട്രിയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഇല്ലസ്ട്രേഷനും കാര്യങ്ങളൊക്കെയാണ് തന്നിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അവർ കേവ് പെയിൻറ്റിങ്സ് നടത്തിയിട്ടുണ്ട്. കാർവിങ് ഓൺ ബോൺ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർവിങ് ഓൺ ബോൺ ലാഗർമ കേവിലാണ്, സ്പെയിനിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അത് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. പിന്നെ തന്നിരിക്കുന്നത് ഒരു ഫ്ലോ ചാർട്ടാണ്. പാലിയോലിത്തിക് ഏജുകാരുടെ എല്ലാ പോയിൻറ്റ്സും ഉൾപ്പെട്ടിട്ടുള്ളൊരു ഫ്ലോ ചാർട്ടാണ്. യൂസ്ഡ് റഫ് സ്റ്റോൺ ടൂൾസ്, ലിവ്ഡ് ഇൻ കേവ്സ് ആൻഡ് ഓപ്പൺ പ്ലേസസ്, ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് വേ ദ മീൻസ് ഓഫ് ലിവ്ലിഹുഡ്, ബാൻഡ്സ് വേ ദി ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. ബാൻഡ്സ് എന്താണെന്നാണ് താഴെ തന്നിട്ടുള്ളത്. 100 ആൾക്കാരിൽ കുറവുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ബാൻഡ്സ് എന്ന് പറയുന്നത്. മെൻ എൻഗേജ്ഡ് ഇൻ ഹണ്ടിങ് ആൻഡ് വുമൺ ഇൻ ഗ്യാതറിങ്. പുരുഷന്മാർ ഹണ്ടിങ്ങിലും സ്ത്രീകൾ ഗ്യാതറിങ്ങിലും ആയിരുന്നു എൻഗേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് വാസ് നോട്ട് സ്റ്റോർഡ്. ഭക്ഷണങ്ങൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറില്ലായിരുന്നു. നൊമാഡിക് ലൈഫ് പ്രിവെയിൽഡ്. നാടോടി ജീവിതമായിരുന്നു അവരുടേത്. പിന്നെ തന്നിട്ടുള്ളത് പാലിയോലിത്തിക് ഏജുകാരുടെ തന്നെ ആർട്സ്, അവരുടെ കലകളെക്കുറിച്ചുള്ള പോയിൻറ്റ്സ് ആണ്. ഇത് നിങ്ങൾ ഞാൻ പാരഗ്രാഫിൽ നിന്ന് എടുത്ത പോയിൻറ്റ്സ് ആണ്. മനസ്സിലാക്കി വെക്കുക. ഇതിൽ 1-2 പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. അവർ അന്നൊക്കെ കമ്മ്യൂണിക്കേഷൻ ഈ ഓരോരോ കലകളിലൂടെയും, അതായത് ഗുഹകളിലൊക്കെ ചിത്രം വരച്ചിട്ടും കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഒന്നാമത്തെ പോയിൻ്റ് പറയുന്നത്. രണ്ടാമത്തെ പോയിൻ്റ് പറയുന്നത് എല്ലുകളിലൊക്കെ അവർ കുറേ ആർട്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അന്നത്തെ ഹ്യൂമൻസിൻ്റെ കലയുടെ തെളിവാണെന്നാണ് രണ്ടാമത്തെ പോയിൻ്റ് പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് അവർ കേവ് പെയിൻറ്റിങ്സ് ചെയ്തതിൽ വേരിയസ് കളേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മൂന്നാമത്തതും സെയിം തിങ് ആണ് പറയുന്നത്. അവരുടെ കലകളുടെ തെളിവാണ് ഈ പിക്ചേഴ്സും സ്കൾപ്ചേഴ്സും ഒക്കെ എന്നാണ്. ഇത് സെയിം തിങ് തന്നെയാണ് പറയുന്നത്. നിങ്ങളതിൽ ഏതെങ്കിലും 2-3 പോയിൻറ്റ്സ് പഠിച്ചിരിക്കണം. സോ ഇന്നത്തെ ക്ലാസ് അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ മെസോലിത്തിക് ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.